മമ്മൂക്കയുടെ ശബ്ദത്തിൽ നിന്ന് പെട്ടെന്ന് ലാലിന്റെ ശബ്ദത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നസീറിന്റെ ഇവിടെ നടക്കുന്ന രാസപരിണാമം എന്താണ്? ഞാൻ ശരിക്കും ലാലേട്ടനെ ഇതുവരെ അനുകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചിലവർക്ക് ചിലരുടെ വോയിസ് പറ്റില്ല, വഴങ്ങില്ല. അപ്പൊ എന്റെ ഒരു ബേസ് ടോണാണ് എന്റെ ശബ്ദത്തിൽ. അതുകൊണ്ട് മമ്മൂക്ക പറയുന്നുണ്ട് എന്റെ ശബ്ദത്തെക്കാൾ നല്ല ശബ്ദം നസീറിന്റെ ആണെന്ന് പറഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? നമുക്കറിയാം. അത് ദുബൈയിൽ വെച്ചിട്ട് ഒരു ഷോ സമയത്ത് ഞാൻ മമ്മൂക്കയെ പോയി കണ്ടു. അന്ന് ജഗദീഷ് ഏട്ടനും അനീഫ് കെ ഒക്കെ ഉണ്ട്. അവരുടെ മുമ്പിലെല്ലാം അനുകരിച്ച് കാണിച്ചപ്പോ മമ്മൂക്കയെ കാണിച്ചു. മമ്മൂക്ക പറഞ്ഞു, എന്റെ ശബ്ദത്തെക്കാൾ നല്ല ശബ്ദം ഉണ്ടോ തന്നെ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ അതൊരു റെക്കോർഡിങ് ചെയ്ത് വോയിസ് കേൾക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അത് ഓഡിയോ റെക്കോർഡിങ്ങിൽ കുറെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ്. മമ്മൂക്കയുടെ വോയിസ് അത്രയ്ക്ക് ഡെപ്ത് ഉള്ള വോയിസ് ആണ്. പിന്നെ മറ്റുള്ള താരങ്ങൾ അനുകരിക്കുന്ന പോലെയല്ല മമ്മൂക്കയെ ലാലേട്ടനെ അനുകരിക്കാൻ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. മറ്റുള്ള താരങ്ങളെ നമ്മളൊരു 25 പേരെ അനുകരിച്ച് നല്ല കൈയടി കെട്ടിയിരിക്കുകയാണെങ്കിലും മമ്മൂക്കയെ ലാലേട്ടനെ അനുകരിച്ച് ഇത്തിരി പാളി പോയാൽ ഈ 25 പേരെ ചെയ്തതും കുറ്റമായിട്ട് കാണും ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അവരെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ.